പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാതെ നോട്ട് നിരോധനത്തിൽ അവകാശവാദവുമായി പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് പുറത്ത് സംസാരിക്കേണ്ടി വന്നതെന്ന് പ്രധാനമന്ത്രി. ബാങ്കുകളിൽ ക്യൂ നിന്ന് സമയം കളയാതെ മൊബൈൽ വാലറ്റുകൾ ഉപയോഗിക്കാൻ ജനങ്ങളോട് മോദിയുടെ ആഹ്വാനം. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, പാർലമെന്റിൽ സംസാരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഒരു പൊതുവേദിയിൽ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? പാർലമെന്റിൽ മറുപടി പറയാതെ സഭയ്ക്ക് പുറത്ത് നിലപാട് പറയുന്ന പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഗുജറാത്തിലെ പൊതുചടങ്ങിനിടെ നോട്ട് നിരോധനത്തിൽ വീണ്ടും നരേന്ദ്രമോദി സംസാരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി പറഞ്ഞ സുപ്രധാന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ജനങ്ങൾ ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ക്യൂ നിന്ന് സമയം കളയരുത്, പകരം ഈ ട്രാൻസാക്ഷൻസിലൂടെയും മറ്റും പണവിനിമയം നടത്തി ഇത്തരമൊരു ഡിജിറ്റൽ എക്കോണമി സംവിധാനത്തിന് പിന്തുണ നൽകണമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് ഉപദേശിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്ത് മറുപടി പറയാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജനസഭയ്ക്ക് മുന്നിൽ താനിപ്പോൾ സംസാരിക്കുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. കൂടാതെ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന നോട്ട് നിരോധനം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണെന്നും സാധാരണ ജനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഇത്തരം ഒരു തീരുമാനം നടപ്പാക്കിയതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് തന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്, പക്ഷേ സത്വമായ കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ വിമർശനം നടത്തരുത് എന്നുകൂടിയാണ് പ്രധാനമന്ത്രി തന്റെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തീവ്രവാദികളും നക്സൽ വിഭാഗക്കാരും ഈ കള്ളപ്പണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം ഇല്ലാതായ ഒരു കാഴ്ചയാണ് ഈ 31 ദിവസം കഴിയുമ്പോൾ കാണാനാകുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ഗുജറാത്തിലെ ദീശയിലെ ഒരു പൊതുചടങ്ങിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ. ഇന്റർനെറ്റ് ഉപയോഗത്തിലൂടെ പണവിനിമയം നടത്തണമെന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയിലെ പ്രധാന ഭാഗം. 50 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് താൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഈ കാര്യങ്ങൾ എന്തായാലും നടപ്പാകും എന്നൊരു ഉറപ്പ് വീണ്ടും പ്രധാനമന്ത്രി ആവർത്തിച്ചിട്ടുമുണ്ട്. ഈ പ്രതിപക്ഷ വിമർശനം, പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി മറുപടി പറയാതിരിക്കുന്നു എന്ന പ്രതിപക്ഷ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് വീണ്ടും ഗുജറാത്തിലെ ഒരു പൊതുചടങ്ങിനിടെ നോട്ട് വിഷയത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സോമി, മനു ശങ്കറിനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. VKC Pride പ്രധാന വാർത്തകൾ brought to you by VKC Pride. എപ്പോ വേണമെങ്കിലും മോഷ്ടിക്കപ്പെടാം. VKC Pride. ഏറെ നടക്കാം, പക്ഷെ കരുതൽ വേണം. VKC Pride. Powered by Lulu Gold and Lulu Sarees. Lulu Gold, Kannur, Talasheri, Kozhikode. Lulu Sarees, Kannur, Talasheri. പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാതെ നോട്ട് നിരോധനത്തിൽ അവകാശവാദവുമായി പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി. തന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് പുറത്ത് സംസാരിക്കേണ്ടി വന്നതെന്ന് പ്രധാനമന്ത്രി. ബാങ്കുകളിൽ ക്യൂ നിന്ന് സമയം കളയാതെ മൊബൈൽ വാലറ്റുകൾ ഉപയോഗിക്കാൻ ജനങ്ങളോട് മോദിയുടെ ആഹ്വാനം. നോട്ട് നിരോധനം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചതായി BMS. ചെന്നൈയിൽ വീണ്ടും കള്ളപ്പണവേട്ട. വെല്ലൂരിൽ നിന്ന് ഇന്ന് പിടിച്ചെടുത്തത് 24 കോടി. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കാനാവുക ഇന്ന് അർദ്ധരാത്രി കൂടി. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച് നടി ഗൗതമി. I am merely asking about what all happened during that time aside from and surrounding the actual illness and the treatment. ആശുപത്രിവാസകാലത്ത് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യം. ജയലളിതയുടെ മരണശേഷമുള്ള ആദ്യ തമിഴ്നാട് മന്ത്രിസഭായോഗം പുരോഗമിക്കുന്നു. മദ്യനിരോധനം ലഹരിയുടെ ഉപയോഗം കുറച്ചിട്ടില്ലെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. സംസ്ഥാനത്തേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയും. എക്സൈസിന് ആവശ്യമായ ആയുധങ്ങൾ നൽകുമെന്നും മന്ത്രി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ ഇന്ന് ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ത്യാഗിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളെയും കോടതിയിലെത്തിക്കും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ശ്രദ്ധാകേന്ദ്രമായി ജഗതി ശ്രീകുമാർ. മത്സരവിഭാഗം ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. ലോക സിനിമാ വിഭാഗത്തിൽ ഇന്ന് 39 ചിത്രങ്ങൾ. ISL സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. മുംബൈ കൊൽക്കത്ത ആദ്യപാദ സെമി ഇന്ന്. കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ കൊച്ചിയിൽ ആദ്യ സെമി.
മുംബൈ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മികച്ച നിലയിൽ. മുരളി വിജയ്ക്ക് സെഞ്ചുറി. നോട്ട് നിരോധനത്തിനെതിരെ BMS. നോട്ട് പ്രതിസന്ധി രാജ്യത്തെ തൊഴിൽ മേഖലയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ചതായി BMS അഖിലേന്ത്യാ പ്രസിഡന്റ് ബൈജ്നാഥ് റായ് തുറന്നടിച്ചു. നോട്ട് നിരോധനം മൂലം 20 ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടതെന്നും BMS കുറ്റപ്പെടുത്തി. ഈ നടപടി ആഭ്യന്തര വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയ്ക്കുമെന്നും ബൈജ്നാഥ് ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ക്യാഷ്ലെസ് എക്കണോമി എന്ന പ്രധാനമന്ത്രിയുടെ വാദം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കാനാകാത്ത ലക്ഷ്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് BMS നോട്ട് നിരോധനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കണക്കുകളും അവർ നിരത്തുന്നു. 1.5 ലക്ഷം തൊഴിലവസരം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനത്തിലൂടെ 20 ലക്ഷം പേരുടെ തൊഴിൽ നഷ്ടമാക്കി. അടിസ്ഥാന തൊഴിലാളികൾ ഉപജീവന മാർഗമില്ലാതെ അലയുന്നു. പ്രധാനമന്ത്രി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് 1 മാസം പിന്നിടുമ്പോഴാണ് ഈ സാഹചര്യം. വരും ദിവസങ്ങളിലാകട്ടെ ഭീതിജനകമാം വിധം തൊഴിൽ നഷ്ടം ഉയരുമെന്നും BMS അധ്യക്ഷൻ ബൈജ്നാഥ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇടിഞ്ഞിരിക്കുന്നു. ഇതും തൊഴിലാളികളെ പ്രത്യക്ഷത്തിൽ തൊഴിൽ രഹിതരാക്കുമെന്നും BMS കുറ്റപ്പെടുത്തുന്നു. ഇതാദ്യമായാണ് ഒരു സംഘപരിവാർ സംഘടന നോട്ട് നിരോധനത്തിനെതിരെ രംഗത്ത് വരുന്നത്. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അവശ്യ സേവനങ്ങൾക്ക് പഴയ 500 രൂപ നോട്ടുകൾ ഇന്ന് അർദ്ധരാത്രി കൂടിയേ ഉപയോഗിക്കാനാവൂ. ഇന്നു മുതൽ 3 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. എന്നാൽ ATMകൾ നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ അറിയിച്ചു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടുപിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയലളിതയെ കാണാൻ സഹോദര പുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹത. VVIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കിയതിലും സംശയമുണരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, വിവരങ്ങൾ. സ്വാമി, തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് സ്വീകരിച്ച ഓരോ നടപടിക്രമങ്ങളും. മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയ്ക്കും അനുചരരും സ്വീകരിച്ച നടപടികളാണ് ഇപ്പോൾ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടായതെന്നാണ് വിവരം. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവർ ആരാണെന്നോ എന്താണെന്നോ ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമായിരുന്നു. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ ഒരു വിശദീകരണം ഇനിയും നൽകുന്നില്ല. അതോടൊപ്പം തന്നെ സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പല ആവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇവർക്ക് അനുമതി നിഷേധിക്കപ്പെടുകയായിരുന്നു. ഡിസംബർ 5-ന് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും ADMK വൃത്തങ്ങൾ തുടരുന്ന മൗനം സംശയാസ്പദമാണ്. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഉണരുന്നു. അതുകൂടാതെ VVIP ആയ ജയലളിതയുടെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ഇക്കാര്യത്തിലുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ജയലളിത ജീവിത അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്തിരുന്ന ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ADMK അണികളിൽ തന്നെ ഇപ്പോൾ മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറുപടിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും തന്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുത് എന്ന് ശശികല നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി വരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറുന്നതെന്നോ അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നാണ് ചെന്നൈയിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. സ്വാമി ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ ഇന്ന് ദില്ലിയിലെ CBI പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. ത്യാഗിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള കൂട്ടുപ്രതികളെയും കോടതിയിലെത്തിക്കും. മനു ശങ്കരൻ ചേരുന്നുണ്ട്. മനു, എപ്പോഴായിരിക്കും ഇവരെ കോടതിയിൽ ഹാജരാക്കുക?
ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാട് അഴിമതി കേസിൽ വ്യോമസേന മുൻ മേധാവി SP ത്യാഗി, അദ്ദേഹത്തിന്റെ ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം കേത്താൻ എന്നിവരെ CBI ദില്ലി പ്രത്യേക കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കോഴ വാങ്ങിയെന്നത് സംബന്ധിച്ചുള്ള ചില രേഖകളിൽ CBI ചില നിർണായക കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകളും CBIക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് CBI കടക്കാൻ ഇടവച്ചതെന്നും CBI വക്താവ് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഇപ്പോൾ CBIയുടെ ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നോട്ട് നിരോധന വിഷയത്തിൽ ഉള്ള അപമാനം മറയ്ക്കുന്നതിനായി സർക്കാർ CBIയുടെ ഒത്താശയോടുകൂടി നടത്തുന്ന ചില നീക്കങ്ങൾ എന്നാണ് കോൺഗ്രസ് ഇതിനെ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ അതിവിശിഷ്ട വ്യക്തികളുടെ യാത്രയ്ക്കായി ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ നിന്ന് 12 ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാറായിരുന്നു ഈ വ്യോമസേന മേധാവിയായി SP ത്യാഗി ഉണ്ടായിരുന്ന സമയത്ത് കരാർ ഉണ്ടാക്കിയത്. അന്ന് 3600 കോടി രൂപയുടെ കരാറിൽ 362 കോടിയുടെ കോഴ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. ഇതിൽ അഗസ്റ്റ കമ്പനിയെ സഹായിക്കാൻ നിബന്ധനകളിൽ മാറ്റം വരുത്തി ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ദൂരം 6000 മീറ്ററിൽ നിന്ന് കുറച്ച് ഇത് 4500 മീറ്ററാക്കി കുറച്ചിരുന്നു. ഇത് വ്യോമസേന മേധാവിയായി SP ത്യാഗി അധികാരത്തിലുണ്ടായിരുന്ന സമയത്താണ് ഇത് ചെയ്തത്. കൂടാതെ ഈ ഒരു കമ്പനിയുടെ ഇടനിലക്കാരനും ഒരു മുതിർന്ന സൈനിക മേധാവിയുടെ കുടുംബത്തിന് ഈ ഹെലികോപ്റ്റർ ഇടപാടിൽ ബന്ധമുണ്ടെന്ന് ഇറ്റാലിയൻ കോടതിയിലും വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് CBIക്ക് ചില രേഖകൾ ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സോമി, മനു ശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഫെഡറൽ ബാങ്കിൽ തീപിടുത്തം, ആളപായമില്ല. നിരവധി ഫയലുകളും നിർണായക രേഖകളും കമ്പ്യൂട്ടറുകളും കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാഴ്ചയുടെ മിഴി തുറന്ന് തലസ്ഥാനം. ഇരുപത്തിയൊന്നാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനം പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. രണ്ടാം ദിനത്തിൽ മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിച്ചു. മികച്ച പ്രതികരണമാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നായി സിനിമയെന്ന ഒറ്റ വികാരത്തിനു മുമ്പിൽ ഒരുമിക്കാനായി എത്തിച്ചേർന്നവർ തന്നെയാണ് 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനത്തെ സവിശേഷമാക്കുന്നത്. രാവിലെ മുതൽക്കേ തന്നെ ഡെലിഗേറ്റുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഓരോ തിയേറ്ററുകൾക്ക് മുമ്പിലും. ലോക സിനിമാ കാഴ്ചകളിലേക്ക് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് 63 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 39 ചിത്രങ്ങളും മത്സര വിഭാഗത്തിൽ 3ഉം മേളയുടെ തന്നെ പ്രമേയങ്ങളായ ലിംഗസമത്വം, കുടിയേറ്റം എന്നീ വിഭാഗങ്ങളിൽ 2 ചിത്രങ്ങൾ വീതമാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. മേളയിൽ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള ലോക സിനിമാ വിഭാഗത്തിലും മത്സര വിഭാഗത്തിലും പതിവ് തെറ്റിയിട്ടില്ല. മത്സര വിഭാഗത്തിലെ ടർക്കിഷ് ചിത്രം കോൾഡ് ഓഫ് കലണ്ടർ, ഈജിപ്ഷ്യൻ ചിത്രം ക്ലാഷ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള സിംഗ് എന്നീ ചിത്രങ്ങളാണ് ഇന്നത്തെ പ്രധാന ആകർഷണങ്ങൾ. ലിംഗസമത്വം പ്രമേയമാക്കിയ ചിലി ചിത്രം രാര, ഫ്രഞ്ച് ചിത്രം ദി സമ്മർ ഓഫ് സാങ്കിൾ എന്നീ ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. നല്ല ചിത്രമാണ്, നല്ല സിനിമയാണ്, നല്ല അഭിനയമായിരുന്നു, നന്നായിട്ട് നല്ല ക്യാമറ വർക്ക്, നല്ല ഡയറക്ടർ നന്നായിരുന്നു. തീർച്ചയായും ആദ്യത്തെ ഫിലിം ഭംഗിയായി എന്ന് പറയണം. കുടിയേറ്റ വിഭാഗത്തിൽ ഈജിപ്ഷ്യൻ ചിത്രം ഇൻ ദി ലാസ്റ്റ് ഡേയ്സ് ഓഫ് സിറ്റി, ജർമ്മൻ ചിത്രം സോയിനെറോ എന്നിവയും മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുന്നു. മലയാളത്തിൽ നിന്ന് സജി പലമേലിന്റെ 6 അടിയും ഇന്ന് പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേള രണ്ടാം ദിനം പ്രദർശനം തുടരുകയാണ്. തുർക്കി ചിത്രം കോൾഡ് ഓഫ് കാലണ്ടറും ദക്ഷിണാഫ്രിക്കൻ ചിത്രം സിംഗുമാണ് ഇന്ന് മേളയിൽ പ്രദർശിപ്പിക്കുന്ന മത്സര വിഭാഗ ചിത്രങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, രണ്ടാമത്തെ ദിവസത്തിലുള്ള ഒരു ജനപങ്കാളിത്തം എങ്ങനെയാണ്? ഒപ്പം തന്നെ ഇന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ ഇന്ന് മേളയിൽ എത്തിയിരുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്?
സോമി, ഏതായാലും 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകളുടെ കാര്യം മാറ്റി നിർത്തുകയാണെങ്കിൽ രണ്ടാം ദിനം ഏറെ ശ്രദ്ധേയമായത് മലയാളികളുടെ പ്രിയ നടനായ ജഗതി ശ്രീകുമാറിന്റെ പങ്കാളിത്തം തന്നെയാണ്. മേളയിൽ ഇന്ന് അദ്ദേഹം രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവിടെ പ്രധാന വേദിയായ ടാഗോറിൽ എത്തിയത്. ഇതിൽ പ്രധാനമായും ഡിസൈനേഴ്സ് ആറ്റിക് എന്ന എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയത്. പഴയകാല സിനിമ നോട്ടീസുകൾ, പോസ്റ്ററുകൾ, അതോടൊപ്പം തന്നെ പാട്ടുപുസ്തകങ്ങൾ എന്നിവയും ഒപ്പം പുതിയ കാല ഡിസൈനേഴ്സിന്റെ പോസ്റ്റർ ഡിസൈനിങ് എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റലേഷനാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. സിനിമ ഈ 21ാമത് ചലച്ചിത്രമേളയുടെ ഭാഗമായി ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പ്രധാന വേദിയായ ടാഗോറിൽ എത്തിയത്. ഏതായാലും ഇത്തരത്തിൽ ഒരു വലിയ ചലച്ചിത്രമേള ഇവിടെ തലസ്ഥാനത്ത് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വീട്ടിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ഈ രീതിയിൽ അദ്ദേഹത്തിന് അർഹമായ ഒരു സ്ഥാനം നൽകണം എന്നൊരു തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇവിടെ ചലച്ചിത്രമേളയിലേക്ക് എത്തിച്ചത്. ഏതായാലും ഇതിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നടി ഷീലയും പങ്കെടുത്തു. അവർ ഇരുവരും ചേർന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ഷീലയും അദ്ദേഹത്തിനോടൊപ്പമുള്ള അനുഭവങ്ങൾ ഈ വേദിയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഏതായാലും രണ്ടാം ദിനത്തിൽ ഏറെ ശ്രദ്ധേയമായത് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തം തന്നെയാണ്. മേളയിൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ വലിയ സന്തോഷം തന്നെയാണ് ചലച്ചിത്ര പ്രേമികൾക്കും അതോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത്. സോമി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നോട്ട് പിൻവലിക്കൽ നടപടിയിൽ പ്രതിഷേധിച്ച് വേറിട്ട സമരവുമായി വാദ്യകലാകാരൻ പ്രശസ്ത ഇടയ്ക്ക കലാകാരൻ പ്രകാശൻ പഴമ്പാലക്കോടാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പ്രധാന വേദിയിൽ ഇടയ്ക്കകുട്ടി പ്രതിഷേധിച്ചത്. നോട്ട് പിൻവലിക്കൽ നടപടിയിൽ തന്റെ പണമിടപാടുകൾ തടസ്സപ്പെട്ടുവെന്നും നിത്യചെലവിനായി ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞാണ് പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ പ്രകാശൻ പഴമ്പലക്കോട് പ്രതിഷേധ സമരവുമായി എത്തിയത്. പല്ലാവൂർ അപ്പുമാരാരുടെ ശിഷ്യൻ കൂടിയായ പ്രകാശൻ സമരത്തിനായി തെരഞ്ഞെടുത്തതാകട്ടെ കേരള രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്ന തിരുവനന്തപുരം ടാഗോർ തിയേറ്ററും. പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിന് മുന്നിൽ ഇടയ്ക്ക കൊട്ടി കലാകാരൻ തന്റെ പ്രതിഷേധം അറിയിച്ചു. ഞാൻ സാധാരണ ഒരു കലാകാരനാണ്. എനിക്ക് ജീവിക്കാൻ വഴിയില്ല, കാരണം പൈസ കിട്ടാൻ വഴിയില്ല. നമ്മുടെ പൈസ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ കൂടി ബാങ്കുകാരോ ഒരു ATM കാശില്ല. നമ്മൾ എത്ര കാലം കടം വാങ്ങിച്ചിട്ട് ജീവിക്കാൻ പറ്റും? 3 ദിവസം ബാങ്കുകൾ അവധിയായത് ഒട്ടേറെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുമെന്നും പ്രകാശൻ ചൂണ്ടിക്കാട്ടി. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതിനാലാണ് ഈ പ്രതിഷേധത്തിലേക്ക് താൻ എത്തിയതെന്നും പ്രകാശൻ പറഞ്ഞു. പാലക്കാട് സ്വദേശിയായ പ്രകാശന് ഒരു വലിയ ശിഷ്യസമ്പത്ത് തന്നെ ഉണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. 2013-14 കാലഘട്ടത്തിലെ മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട 1,87 ലക്ഷം രൂപ ബോർഡ് ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടപടിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും നൽകി. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ബോർഡ് അധികൃതർ തന്നെ പൂഴ്ത്തിയത്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ നടപടി. ശബരിമലയിൽ ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്നായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും കമ്മീഷണറെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെയും അന്വേഷണത്തിന് ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഇവർ യോഗം ചേർന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ബോർഡ് പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്ന് 2007 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞെങ്കിലും അതും പാലിച്ചിട്ടില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തന്നെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് സംസ്ഥാന വിജിലൻസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോടികളുടെ അഴിമതി അന്വേഷണ ഫയലുകൾ കമ്മീഷണർ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. വിജേഷ് നടുവിൽ, സന്നിധാനം. 4 ദിവസമായി വാളയാർ അഹല്യ ക്യാമ്പസിൽ നടന്നുവന്ന ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു. സമ്മാന വിതരണവും സമാപന സമ്മേളന ഉദ്ഘാടനവും VT ബൽറാം MLA നിർവഹിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. വ്യക്തിഗത വിഭാഗത്തിലെ വിജയികൾക്ക് അഹല്യ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ
ട്രസ്റ്റി AG അജിത് പ്രസാദ്, ഹെറിറ്റേജ് വില്ലേജ് ഡയറക്ടർ ഡോക്ടർ RVK വർമ്മ, അഹല്യ CEO മനോജ് ടോംസ്, ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് മംഗലശ്ശേരി എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. തുടർന്ന് സംഗീത പരിപാടിയും അരങ്ങേറി. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 12ാം ക്ലാസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് സൈനിക സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. അക്കാദമിക് മികവും സൈനിക പരിശീലനവും നേടിയ 70 കേഡറ്റുകളാണ് പരേഡിൽ അണിനിരന്നത്. എയർ മാർഷൽ S. നീലകണ്ഠൻ പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ ബാൻഡും പരേഡിനെ അനുഗമിച്ചു. ഇന്ത്യയിലെ സൈനിക സ്കൂളുകളിൽ CBSE വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂൾ കൂടിയാണ് കഴക്കൂട്ടം സൈനിക് സ്കൂൾ. കൊല്ലം DCC നിയുക്ത പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ മുൻ DCC പ്രസിഡന്റ് സരസ്വതി കുഞ്ഞുകൃഷ്ണനെ കണ്ട് പിന്തുണ നേടി തന്റെ തേരോട്ടത്തിന് തുടക്കം കുറിച്ചു. പുരുഷ മേധാവിത്വത്തിനുള്ള മുന്നറിയിപ്പ് പറയാതെ പറഞ്ഞ് ബിന്ദുകൃഷ്ണ തന്നെ വേട്ടയാടാൻ കാത്തിരിക്കുന്നവർക്ക് വ്യക്തമായ സൂചനയും നൽകി. എല്ലാ ഗ്രൂപ്പുകളും അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടിയ സംഭവമായിരുന്നു ബിന്ദുകൃഷ്ണയെ കൊല്ലത്തിന്റെ സാരഥിയാക്കിക്കൊണ്ടുള്ള ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം. കൊല്ലത്ത് ഇടതുപക്ഷത്തിന് കരുത്തു പകർന്ന മേഴ്സിക്കുട്ടിയമ്മയുടെയും ഐഷ പോറ്റിയുടെയും തിളക്കമാർന്ന വിജയവും ഇവരുടെ സ്ഥാനാർത്ഥിത്വം വീട്ടമ്മമാരുടെ ഇടയിൽ സൃഷ്ടിച്ച ചലനങ്ങളും മനസ്സിലാക്കിയാണ് കൊല്ലത്ത് കോൺഗ്രസിനെ നയിക്കാനുള്ള അവസരം ബിന്ദുകൃഷ്ണയ്ക്ക് ഹൈക്കമാൻഡ് നൽകിയത്. കൊല്ലത്ത് മുൻ DCC പ്രസിഡന്റ് സരസ്വതി കുഞ്ഞുകൃഷ്ണനെ കണ്ട് പിന്തുണ നേടിയ നിയുക്ത പ്രസിഡന്റ് തനിക്ക് നേരെ ഉയർന്നേക്കാവുന്ന പുരുഷ മേധാവിത്വത്തെ കരുതലോടെ നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകി. ബഹുജനം പലവിധം, ഓരോരുത്തരുടെയും നിരീക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് അവർക്ക് വിടുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞാൻ ചെറുപ്പം മുതൽ പാർട്ടി പ്രവർത്തനം നടത്തി വന്ന ഒരാളാണെന്ന് അറിയാത്തവരായിരിക്കാം, പാർട്ടിയുടെ പ്രവർത്തനശൈലി അറിയാത്തവരായിരിക്കും. അതെന്തും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഒന്നും ബോധർ ചെയ്യുന്നില്ല. നമ്മുടെ മുന്നിൽ എന്താണ് എൻ്റെ പ്രവർത്തനങ്ങളിലെ സത്യസന്ധമായൊരു നിരീക്ഷണമാണെങ്കിൽ ആത്മാർത്ഥയും സത്യസന്ധയും മാത്രമാണ് എനിക്ക് എന്നും മുതൽക്കൂട്ടും കരുത്തുമായിട്ടുള്ളത്. അത് വെച്ചുകൊണ്ട് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ജില്ലയിലെ പൊതുജന സാമാന്യത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ജില്ലയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിറവേറ്റുമെന്നും ബിന്ദുകൃഷ്ണ വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും തനിക്കെതിരെ ഉയർന്നേക്കാവുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടാൻ ഒരുങ്ങിത്തന്നെയാണ് ബിന്ദുകൃഷ്ണയുടെ മുന്നോട്ട് പോക്ക്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.